നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനുമാണ്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് രാജ്യത്ത് ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം അതെന്തിനു വേണ്ടി ആണെന്ന് പോലും അറിയാൻ വയ്യാത്ത ആ മനുഷ്യൻ കാണിച്ചു കൂട്ടിയ ചില പ്രവൃത്തികളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്തെന്നാൽ അദ്ദേഹം സാധാരണഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ എന്ന് വെച്ചാൽ തീർത്തും മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ്. അതായത് ഏത് ജാതിയോ ഏത് മതമോ അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട അത് ജാതിയിൽപ്പെട്ട അത് അല്ലാതെ മറ്റ് ആരെയും താറടിച്ച് കാണിക്കാൻ മിടുക്കനായ ഒരു മനുഷ്യൻ. മാത്രമല്ല എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, ശ്രീ നാരായണ ഗുരുസ്വാമി. ആ മനുഷ്യൻ്റെ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ആലപ്പുഴക്കാരൻ അതിൽ ചേക്കേറി. അദ്ദേഹം കയറിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അദ്ദേഹം കയറിയ സമയത്തുള്ള അറിവുകൾ എനിക്കില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ചതിയിൽപ്പെട്ട് ഒരു കുടുംബം അനാഥമായതിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ജാതിയോ മതമോ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിനെ കുറിച്ചോ അല്ല. അദ്ദേഹത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അദ്ദേഹം PC ജോർജും നമ്മുടെ ശശികല ടീച്ചറൊക്കെ ഒരേ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളാണ്. അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഇദ്ദേഹം കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കും. എന്തെന്നാൽ ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സഹപ്രവർത്തകനായ ഒരു മനുഷ്യനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതിൽ മുഖ്യ പ്രതി, അദ്ദേഹത്തിൻ്റെ ആ കേസിലെ മുഖ്യ പ്രതി ശ്രീ വെള്ളാപ്പള്ളി നടേശനും രണ്ടാം പ്രതിയോ അല്ലെങ്കിൽ മൂന്നാം പ്രതിയോ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ്. ഇതേവരെ അവർ കേസിന് ജാമ്യം എടുത്തിട്ടില്ല. സമൂഹത്തിൽ അവരുടെ വിലയും നിലയും അവരുടെ പണവും ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച് അവർ ഇന്നേ വരെ അതിലേക്ക് വേണ്ടി ഒരു ജാമ്യം കോടതിയിൽ നിന്നും നേടിയിട്ടില്ല. കേസ് നടക്കുന്നുണ്ട്. ഏകദേശം 150-ൽ പരം കേസുകൾ നിലനിൽക്കവെയാണ് അദ്ദേഹത്തിന് രാജ്യം വലിയ ഒരു ബഹുമതി നൽകി ആദരിച്ചത്. എന്തിനാണ്? അദ്ദേഹം അദ്ദേഹത്തിന് ഈ ബഹുമതി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, പൈസ കൊടുത്താൽ ഏത് പട്ടിക്കും ഈ ബഹുമതികൾ അല്ലെങ്കിൽ പത്മവിഭൂഷണൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റും. അദ്ദേഹം നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായും അതിൽ താരതമ്യപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ രോമത്തിൽ തൊടാൻ പോലും ഈ മനുഷ്യനില്ല. അദ്ദേഹത്തിൻ്റെ രോമത്തിൽ തൊടാൻ പോലും ഈ മനുഷ്യനില്ല. ഇദ്ദേഹത്തിന് കുറേ പണം ഉണ്ടായിരിക്കാം, പക്ഷേ അത് പലരുടെയും കണ്ണീരാണ്. പല പാവപ്പെട്ട മനുഷ്യരുടെയും കുടുംബം തകർത്ത് അതിൽ സഹപ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം തന്നെ ആ മനുഷ്യൻ്റെ മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ മരിച്ചിട്ടും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുകയും അവരെ ഉന്മൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ ഭാര്യ മാധ്യമങ്ങളിൽ വന്ന് വളരെ നിഷ്പക്ഷമായി പറഞ്ഞു, അദ്ദേഹത്തിന് വാശി വന്നാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെന്ന്. അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഭാര്യ സമൂഹത്തിൽ ഇറങ്ങി വന്ന് മീഡിയയിൽ കൂടി പറഞ്ഞപ്പോഴാണ്, അത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. സ്വന്തം സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയാൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് എഴുതി കൊടുക്കുന്ന വ്യക്തി കൂടെ നടന്ന് എന്തും അദ്ദേഹത്തിന് വേണ്ടി എന്തും, ഒരുപക്ഷെ കുറേ പാവങ്ങളുടെ ശാപം ഈ മരണപ്പെട്ടു പോയ മനുഷ്യനുണ്ടായിരിക്കും. കാരണം ഈ കുറേ കുടുംബങ്ങളെ ഇയാൾ അനാഥരാക്കി. അതായത് മൈക്രോ ഫിനാൻസ് കേസിലാണ് ഇദ്ദേഹത്തിന് ഒരുപാട് കേസുകൾ വന്നിരിക്കുന്നത്. പാവങ്ങളുടെ പേരിൽ അവരുടെ പ്രമാണം വാങ്ങി ബാങ്കിൽ വെച്ചിട്ട് അവരറിയാതെ മറിച്ച് പണയം വെച്ച് പണം തട്ടിയെടുത്ത ഒരു പക്ക ക്രിമിനൽ. ഇന്ന്
24-ന്റെ ചർച്ചയിൽ നമ്മുടെ തോക്ക് സ്വാമി അദ്ദേഹം വിളിച്ച തെറിക്ക് ഒരു കൈയും കണക്കുമില്ല. അപ്പോൾ ഹാഷ്മി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, ഇതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ തോക്ക് സ്വാമി പറഞ്ഞ ഒരു കാര്യം വളരെ രസകരമായിരുന്നു. ഇതിൽ കുറഞ്ഞ് ഈ മനുഷ്യൻ വെള്ളാപ്പള്ളി ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ കുറഞ്ഞ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ശരിയാണ്, അത്രയ്ക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. കുറെ നാൾ, അതായത് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് മലപ്പുറത്ത് എന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചു മുസ്ലിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു വർഗങ്ങളാണ് എന്ന്. അത് ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കുന്നില്ല, ഒരുപാട് തവണ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ജാതിയോ മതത്തിനെ കുറിച്ച് പറയുന്നതായി പറഞ്ഞാൽ ആരും കേൾക്കാറില്ല, ആരും ഇതിനെ സപ്പോർട്ടും ചെയ്യാറില്ല. കാരണം സ്വന്തം പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് എതിരായി സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി വന്ന് പല മാധ്യമങ്ങളിലൂടെയും പല രീതിയിലും ഇയാൾക്ക് വേണ്ടി, ഇയാൾക്കെതിരെ ഒരുപാട് പ്രസ്താവനകൾ ഒരുപാട് ആൾക്കാർ നടത്തി കഴിഞ്ഞു. ആയതുകൊണ്ട് ഇയാൾ ഇനി ആർക്കെതിരെ പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല. പക്ഷേ ഒരു സങ്കടം എന്ന് പറയട്ടെ, രാജ്യം പത്മവിഭൂഷൺ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഈ BJP സർക്കാരിനെ സൂചിപ്പിച്ചത് കൊണ്ടാണോ? അദ്ദേഹത്തിന് ഒരു തോന്നലും ഒരു കരുതലും ഉണ്ടായിരുന്നു. അതായത് മകൻ ആ പ്രസ്ഥാനവുമായി അടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോ അതുവഴി എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഇപ്പോ ഈ പ്രസ്താവനകൾ നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിലും വലിയ ക്ലച്ചൊന്നും പിടിച്ചില്ല. ഇപ്പൊ ഇതാ അവരും കൈയൊഴിഞ്ഞ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ബഹുമതിയെല്ലാം കൊടുത്തു, അത് ശരി തന്നെയാണ്. പക്ഷേ ഇത്രയും കേസ് പാവങ്ങളെ വഴിയാധാരമാക്കിയ ഈ മനുഷ്യൻ തീർത്തും നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങുക തന്നെ വേണം. ഈ സർക്കാർ തീർച്ചയായും അദ്ദേഹത്തെ കൽത്തുറങ്കിൽ അടയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തെന്നാൽ മൈക്രോ ഫൈനാൻസിന്റെ പേര് പറഞ്ഞ് എത്രയോ പാവങ്ങളെ വഴിയാധാരമാക്കിയ ഒരു മനുഷ്യനാണ്. ഇത് ചുമ്മാതെ പറയുന്നതല്ല. എത്രയോ പാവങ്ങളുടെ കുടുംബം വഴിയാധാരമായി പോയി. ഇതുപോലെ കള്ളും വിറ്റ് ചാരായവും വിറ്റ് പണമുണ്ടാക്കി, പാവങ്ങളെ വഞ്ചിച്ച് പണമുണ്ടാക്കി ഒരു നാടിനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, സഹോദരങ്ങളെ പോലെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ഈ വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്നത്? എപ്പോഴും ഒരു ഗുണ്ടകളെ പോലെ പ്രസംഗിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ടുപോയ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ, അതായത് ആത്മഹത്യ ചെയ്ത വെള്ളാപ്പള്ളി നടേശന്റെ സഹപ്രവർത്തകനായ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് നമുക്ക് കേട്ടേ മതിയാവൂ, നാം അത് വിശ്വസിച്ചേ മതിയാവൂ. ഇദ്ദേഹം നല്ല മനുഷ്യനല്ല, സമൂഹത്തിൽ ക്യാമറയുടെ മുമ്പിൽ നല്ലതെന്ന് അഭിനയിക്കുകയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകനും. ഇപ്പൊ പറയുന്ന കേട്ടില്ലേ, ഈ നമ്മുടെ തോക്ക് സ്വാമി പറയുന്ന കേട്ടില്ലേ, പെണ്ണ് കേസിൽ പോലും പല കേസുകളിലും ഇവര് അച്ഛനും മകനും വീക്ക്നെസ് ഉള്ള വ്യക്തികളാണ്. 90 വയസ്സായെന്ന് പറയുന്നു, ഇപ്പോഴും ഒരു കുറവുമില്ല. പണം ആവശ്യത്തിലേറെ. മകനായിരുന്നാലും ശരി, അച്ഛനായിരുന്നാലും ശരി, രണ്ടും പക്ക ക്രിമിനൽ. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ സകല നൂലാമലകളിലും ഇദ്ദേഹത്തെ പെടുത്തി കൽത്തുറങ്കിൽ അടയ്ക്കേണ്ട ആവശ്യകത ഇദ്ദേഹത്തിന് അതിക്രമിച്ചിരിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് തെളിയിക്കട്ടെ, മരണപ്പെട്ടു പോയത് ഞാൻ മൂലമല്ല എന്ന് തെളിയിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്നാണ്. അന്വേഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സ്വന്തം ഭാര്യ പറയുന്നു ഇദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തിയാണെന്ന്. മാത്രവുമല്ല, ഇദ്ദേഹത്തിനെ കുറിച്ച് ആ പാവങ്ങളെ വഴിയാധാരമാക്കിയതിനെ കുറിച്ച് ഈ മരണപ്പെട്ടു പോയ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി എഴുതി വച്ചിരിക്കുന്ന അവസാനത്തെ കുറിപ്പ്, അത് മാത്രം പരിശോധിച്ചാൽ മതി ഇദ്ദേഹം എത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സമൂഹത്തിൽ വലിയ ഉന്നതനാണ്. ആ ഉന്നമനങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഗവൺമെന്റും അദ്ദേഹത്തിന് വഴിപ്പെടില്ല എന്ന് വിശ്വസിക്കാം. ഇദ്ദേഹത്തെ കൽത്തുറങ്കിൽ അടയ്ക്കണം, 100% കൽത്തുറങ്കിൽ അടയ്ക്കണം. കാരണം ഒരുപാട് പാവങ്ങളുടെ കണ്ണുനീര് ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്, ഇദ്ദേഹത്തിന്റെ പെട്ടിയിലുണ്ട്. വല്ലവനും പലിശയ്ക്ക് വാങ്ങി കടം വാങ്ങിച്ച് പെട്ടുപോയവരെ കുറിച്ചല്ല, ഇതിൽ ഇദ്ദേഹം പറ്റിക്കുകയായിരുന്നു. പലരുടെയും പ്രമാണങ്ങൾ വാങ്ങി ബാങ്കിൽ പണയം വെച്ച് പറ്റിക്കുകയായിരുന്നു.
അവരെ അറിയാതെ മറ്റു ബാങ്കുകളിൽ നിന്നും പണമെടുത്ത് ഇവരുടെ മൈക്രോ ഫൈനാൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ പാവങ്ങളെ കരുവാക്കുകയാണ് ചെയ്തത്. 150-ൽ പരം എത്രയോ കേസുകൾ ഈ അരൂരത്തെ ഇതൊരു കൊലപാതകമാണ്. അതായത് ആ മനുഷ്യനെ സ്വയം ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രേരണാ കുറ്റം, അദ്ദേഹത്തിന് മരിച്ചില്ല എങ്കിൽ ഇയാൾ കൊല്ലുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്നു. അദ്ദേഹം സ്വയം മരണപ്പെട്ടില്ല എങ്കിൽ അയാളെ നിഷ്ഠൂരം ഏത് രീതിയിലും കൊല്ലുമായിരുന്നു. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.